ഹലോ SSLC മക്കളെ, നിങ്ങളുടെ മാത്സ് പേപ്പർ ലീക്ക് ആയിട്ടുണ്ട്. ഇത് അൺഒഫീഷ്യലി മക്കളെ. എന്താണ് ലീക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? മക്കളെ, ഇത് ലീക്കൊന്നും ആയിട്ടില്ല, ചോർന്നു പോയിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ പോകുന്ന 5 ഷുവർ ക്വസ്റ്റ്യൻ, ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെ എനിക്ക് മനസ്സിലായത് മക്കളെ? എനിക്കറിയാം നാളത്തെ പേപ്പറിൽ ഇത് വരുന്നു. ഇത് നിങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എന്താണെങ്കിലും നാളത്തെ ഈ ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം മക്കളെ. 5 ക്വസ്റ്റ്യൻ ഉണ്ട്, 5 നോട്ട് ചെയ്ത് വെച്ചോ. ആൻഡ് ഇത് എവിടെയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്? ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ പറഞ്ഞുതരും. വൈകുന്നേരം 7 മണിക്ക് എൻ്റെ ലൈവ് ഉണ്ടാകുന്നതായിരിക്കും, മാരത്തോൺ ലൈവ് ആയിരിക്കും. എല്ലാം ക്വസ്റ്റ്യൻസ് ഓക്കെ. ഈ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് നാളത്തെ പേപ്പറിൽ വരാമെന്ന് എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. പക്ഷെ എല്ലാവരും ഫ്രണ്ട്സിനെ കൂട്ടി വരണം 7 PM മക്കളെ. ഒരു രാത്രിയും കൊണ്ട് മാത്സ് മൊത്തം ഞാൻ പഠിപ്പിച്ചു തരാം. ഏറ്റവും ഉറപ്പുള്ള ക്വസ്റ്റ്യൻസും ഏറ്റവും ഷുവർ ആയിട്ട് വരുന്ന കാര്യങ്ങളും ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. നിങ്ങളുടെ നാളത്തെ മാത്സ് പേപ്പർ ഈസി ആയി പോയിക്കോളും. അതെൻ്റെ ഗ്യാരണ്ടിയാണ്, മറക്കണ്ട. നമ്മുടെ ഫസ്റ്റ് കാര്യം തന്നെ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ, അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് പറഞ്ഞു തരും. മിക്കവാറും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ കോമൺ ഡിഫറൻസ് മാത്രം ചോദിക്കും. സെക്കൻഡ് സെക്ഷൻ 2-3 മാർക്കുള്ള ചോദ്യത്തിലേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം മക്കളെ, ഇവിടെ കോമൺ ഡിഫറൻസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ. nth ടേമിൻ്റെ ഫോർമുല എന്താണ്? എന്നാം പദം ആൽജിബ്രൈക്ക്. ഇനി 20th ടേം, ഈ ഫോർമുല ഉപയോഗിച്ച് 20th ടേം കണ്ടുപിടിക്കുക. അതും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്താ സമ്മിൻ്റെ ഓക്കെ. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. 3 ഫോർമുലയും കാര്യം പഠിച്ചാൽ എല്ലാം കഴിഞ്ഞു. പിന്നെ ഫോർമുലേസിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഞാൻ വേഗം തന്നെ ഇടുന്നതായിരിക്കും. പിന്നെ മക്കളെ, നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ലാസ്റ്റ് ചാൻസ് ആണ് മക്കളെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഓണം പ്രമാണിച്ച് നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഓഫ് ഉണ്ട്. 3999 നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിൽ ഫുൾ ഇയറിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്നും കൂടി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം വിളിക്കുക, വാട്സാപ്പ് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, എല്ലാം ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും ഫുൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവിടെ പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് റെക്കോർഡായിട്ട് ഫുൾ ക്ലാസ്സസിൽ അവൈലബിൾ ആണ് ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? സെക്കൻഡ് ക്വസ്റ്റ്യൻ സർക്കിൾസ് ചാപ്റ്ററിലാണ്. സർക്കിൾ ചാപ്റ്റർ നിങ്ങൾക്ക് 2 കാര്യം പഠിച്ചാൽ ഫുൾ ചാപ്റ്റർ തന്നെ ഏകദേശം റെഡിയാണ്. നിങ്ങൾക്കറിയാം സെൻട്രൽ ആംഗിളും മേജർ ആർക്കും മൈനർ ആർക്കും തമ്മിലുള്ള ബന്ധം. ഈ ക്വസ്റ്റ്യൻ എന്താണെങ്കിലും പ്രതീക്ഷിച്ചോ. ഇത് വളരെ സിമ്പിളാണ്. ഇവിടെ 100 ആണ്, ഇവിടെ എത്രയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഡബിൾ ആണോ പകുതിയാണോ. പിന്നെ ഇവിടെയുള്ള ആംഗിളും നിങ്ങൾക്ക് അറിയാൻ പറ്റണം. ഇനി സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഡയഗ്രാം ക്വസ്റ്റ്യൻ ഉറപ്പാണ്, മാത്സിൽ എപ്പോഴും വരുന്നതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പം നോട്ട് ചെയ്തോ, നാളെ പേപ്പറിൽ ഇത് കണ്ടിരിക്കും. മൂന്നാമത് നിങ്ങൾ നോക്കേണ്ടത് എന്താണ് മക്കളെ? കൺസ്ട്രക്ഷൻ. വരയ്ക്കാനാകെ നിങ്ങൾക്ക് 2 ടോപ്പിക്കുള്ള സർക്കിളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ട്രയാങ്കിൾ വരയ്ക്കുന്നതും അതേപോലെ ഈ സാധനം നിങ്ങൾക്ക് നാളത്തെ പേപ്പറിൽ വരാമെന്ന് നോക്കിയാൽ മക്കളെ, റെക്ടാങ്കിൾ ഓഫ് സൈഡ് 6 ഓക്കെ. ഒരു റെക്ടാങ്കിൾ ചതുരം വരയ്ക്കാൻ പറയും. അതേ ഏരിയ ഉള്ള സെയിം പരപ്പളവുള്ള എന്താണ് നിങ്ങൾ വരയ്ക്കേണ്ടത്? ഒരു സ്ക്വയർ വരയ്ക്കണം. ആ കൺസ്ട്രക്ഷൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും. 7 മണിക്ക് കൃത്യമായിട്ട് വരയ്ക്കണം. കോമ്പസ് കൊണ്ടുപോകണം, പെൻസിൽ കൊണ്ടുപോകണം, എല്ലാം കൊണ്ടുപോകണം. മറക്കരുത്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി 4ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ മക്കളെ, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതത്തിൽ ഒരു പാരലലോഗ്രാം, ഒരു സാമാന്തരികം അല്ലെങ്കിൽ ഒരു പാരലോഗ്രാം തരും. ചിലപ്പോൾ റെക്ടാങ്കിളും ആവും കേട്ടോ. അതിൻ്റെ സെയിം ബേസ്, സെയിം പാദവും ഹൈറ്റും സെയിം ഉള്ള ഒരു ട്രയാങ്കിൾ വരച്ചു തരും. അപ്പം മക്കളെ, ഇതിൻ്റെ ഏരിയ എത്രയാണ്? മൊത്തം ഒരു 50 സെൻറ്റിമീറ്റർ ആണ്. റെക്ടാങ്കിൾ പാരലോഗ്രാം മൊത്തം BH എന്ന് പറയുന്നത് 50 ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ എത്രയാണ്? നേരെ പകുതിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ 25. അങ്ങനത്തെ ഒരു ചോദ്യം വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണും കൂട്ടി ഇവിടെ ഒരു ഡോട്ട് ഇട്ടാൽ ട്രയാങ്കിളിൽ ഉള്ളിൽ വരാനുള്ള സാധ്യത എന്താണ്? പകുതി 1/2 അല്ലെങ്കിൽ 25/50 1/2. അതിന് പുറത്ത് വരാനുള്ള സാധ്യത എന്താണ്? വീണ്ടും 1/2, 1 - 1/2. അതും കിട്ടിയല്ലോ. അങ്ങനെയാണ് മക്കൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ നാളത്തെ പേപ്പറിൽ ലീക്ക് ആയത്. അൺഒഫീഷ്യലി നിങ്ങൾക്ക് ഇതാ ക്വസ്റ്റ്യൻ തരാണ്. ഇത് നോട്ട് ചെയ്ത് വെച്ച് ഇതൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന 7 മണിക്ക്. അത് മറക്കരുത്. ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് കാര്യമില്ല. പക്ഷെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഫോർമുലയും ട്രിക്സും ഞാൻ 7 മണിക്കാണ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഏറ്റവും ബെസ്റ്റ് മാത്സ് ക്ലാസ് ആയിരിക്കും. ഒരു രാത്രിയും കൊണ്ട് ഫുൾ സെറ്റാക്കി തരും. ഇതാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ. ഇത് പ്രോബബിലിറ്റി, നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 1 is asked to say a natural number less than 10. ഒരു നമ്പർ 10നേക്കാളും കുറവ് പറയുമ്പോൾ അത് ഈവൺ ആവാനുള്ള സാധ്യത, അല്ലെ പ്രോബബിലിറ്റി ഓഫ് ഓഡ് ആവാനുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് നോട്ടിന്റെ ക്വസ്റ്റ്യൻ വരും. നോട്ട് ഓഡ് ആവാനുള്ള സാധ്യത ആൻഡ് നോട്ട് ഈവൺ. അപ്പം നോട്ടിൻ്റെ സാധ്യത വരും. പിന്നെ മക്കളെ, ഈ 5 ക്വസ്റ്റ്യൻ അതേപോലെയാണോ സാർ വരിക? ചിലപ്പോൾ നമ്പറുകൾ മാറ്റും, ചിലപ്പോൾ അവിടെ എവിടെയും കുറച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ നിങ്ങളെല്ലാവരും ഇന്ന് വൈകുന്നേരം എത്ര മണിക്ക്? 7:30 അല്ല 7 PM ഇൻവൈറ്റ് ചെയ്യുന്നത്. ഡോണ്ട് ഫോർഗെറ്റ്, ദിസ് ഇസ് ഗോയിങ് ടു ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മക്കളെ, മാത്സ് എക്സാം നിങ്ങൾക്ക് ഓണപ്പരീക്ഷ A+ കിട്ടിയാൽ പിന്നെ ക്രിസ്മസ് എക്സാം, ഫൈനൽ, മോഡലൊക്കെ A+ ആയിരിക്കും. ഏറ്റവും ടഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ മക്കളെ, ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേദന ജോയിൻ ചെയ്തോളൂ. സോ സീ ടാറ്റ ബൈ ബൈ. 7 PM ഷോർട്ട് നോട്ട്സിന് വേണം കമൻറ്റ് ചെയ്യുക. എന്താണെങ്കിലും വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ.